എന്റെ ഉത്തരം വളരെ ലളിതമാണ്. പാൽപ്പൊടിയുടെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പാൽപ്പൊടി ടിന്നിനൊപ്പം ഒരു സ്പൂൺ കൂടി സൗജന്യമായിട്ട് നൽകുക. സ്പൂൺ സൗജന്യമായിട്ട് കൊടുത്താൽ നമ്മുടെ കസ്റ്റമേഴ്സിന് കൃത്യം അളവിൽ പാൽപ്പൊടി ഉപയോഗിക്കാൻ സാധിക്കും. ഒപ്പം സ്പൂണ് കൊടുക്കുന്നതിലൂടെ നമുക്ക് കസ്റ്റമേഴ്സിനെ പെട്ടെന്ന് ആകർഷിക്കാനും സാധിക്കും. നമ്മൾ സ്പൂൺ സൗജന്യം നൽകിയാൽ സ്പൂൺ കൊടുക്കാതെ മാർക്കറ്റിൽ ലഭ്യമാകുന്ന മറ്റ് കമ്പനികളുടെ പാൽപ്പൊടികൾ കസ്റ്റമേഴ്സിൽ ഭൂരിഭാഗവും ഉപേക്ഷിക്കും. പക്ഷെ സ്പൂൺ കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതുപോലുള്ള ചെറിയ സ്പൂണുകൾ കൊടുക്കരുത്. വലിപ്പമുള്ള സ്പൂണുകൾ വേണം സൗജന്യമായി നൽകേണ്ടത്. വലിപ്പമുള്ള സ്പൂണുകൾ പാൽപ്പൊടിക്കൊപ്പം സൗജന്യമായി നൽകിയാൽ കസ്റ്റമേഴ്സ് പാൽപ്പൊടി ഉപയോഗിക്കുന്നതിന്റെ അളവ് കൂടും. നമ്മുടെ ബിസിനസ് പുരോഗതി പ്രാപിക്കും. അപ്പോ സ്വാഭാവികമായും പാൽപ്പൊടിയുടെ പ്രൊഡക്ഷനും നമുക്ക് വർദ്ധിപ്പിക്കേണ്ടി വരും. നഷ്ടത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബിസിനസ് പെട്ടെന്ന് ലാഭത്തിലേക്ക് ഉയർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ഇതൊരു ഉഗ്രൻ ഐഡിയ ആണല്ലോ. കൺഗ്രാറ്റുലേഷൻസ് ദേവി ചേച്ചി. ഈ ഐഡിയ ഉറപ്പായും വിജയിക്കും. നമുക്ക് വീണ്ടും മാർക്കറ്റ് പിടിച്ചെടുക്കാനും സാധിക്കും. ബിസിനസ് ലാഭത്തിലും ആവും. അതിന് യാതൊരു സംശയവും വേണ്ട. ബിസിനസ്സിലെ വലിയൊരു പ്രശ്നത്തെ ഒരു സ്പൂൺ കൊണ്ട് എത്ര ലളിതായ ദേവിക പരിഹരിച്ച്. ദേവികയുടെ ബുദ്ധിയെ സമ്മതിക്കണം. നമുക്കാർക്കും ഇങ്ങനെ ഒരു ആശയം തോന്നിയില്ലല്ലോ. കസ്റ്റമേഴ്സ് ആണ് രാജാക്കന്മാര്. നമ്മൾ അവരുടെ മനസ്സ് തിരിച്ചറിഞ്ഞ് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്താൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഒരിക്കലും കസ്റ്റമേഴ്സ് തിരസ്കരിക്കില്ല. അവർ ഇരു കൈ നീട്ടി സ്വീകരിക്കും. ഇത്രയധികം ബിസിനസ് ഐഡിയകളുള്ള ദേവിക ഒരിക്കലും ഈ വീടിനുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ പാടില്ല. ദേവിക ഓഫീസിലേക്ക് വരണം. ഓഫീസിന്റെയും നമ്മുടെ കമ്പനിയുടെയും ഉത്തരവാദിത്വം ദേവിക ഏറ്റെടുക്കണം. അയ്യോ സർ, അത് ഒന്നും ഇങ്ങോട്ട് പറയണ്ട. ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. ഞാനാണ് പറയുന്നത്. അതെ, അത് മതി. ബിസിനസ്സിൽ ഇത്ര ഉൾക്കാഴ്ചയുള്ള ദേവിക നമ്മുടെ ബിസിനസ്സിനൊരു മുതൽക്കൂട്ടാ. അത് ഞങ്ങൾക്ക് പാഴാക്കാൻ പറ്റില്ല. നാളെ മുതൽ ദേവിക ഓഫീസിലേക്ക് വരണം. അതെ ചേച്ചി, നാളെ മുതൽ ചേച്ചി ഓഫീസിലേക്ക് വരണം. അത് അതെ, വന്നാൽ മാത്രം പോരാ. ഇതുപോലുള്ള ഐഡിയകൾ ഞങ്ങളെ പഠിപ്പിക്കുകയും വേണം. ദേവിക ഓഫീസിലേക്ക് പോകാൻ തുടങ്ങിയ സിദ്ധുവിന്റെ കാര്യങ്ങൾ പിന്നെ ആരാ നോക്കുന്നത്? സിദ്ധുവും ദേവികയുടെ കൂടെ ഓഫീസിൽ പോട്ടെ. അപ്പൊ ആ വിഷയത്തിന് പരിഹാരമാവുമല്ലോ. മഞ്ഞ പെയ്യും മല നിറയും